ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? മാം. ഓക്കെ, അപ്പോൾ നമ്മൾ 8085 ഇൻസ്ട്രക്ഷൻ സെറ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ രണ്ട് ഓക്കെ, ആരോ ജോയിൻ ആവുന്നുണ്ട്, നമുക്ക് ഞാൻ ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഞാൻ ആ ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ, അത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നന്നായി അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലേ ഏതൊക്കെയാണ് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്? ഏതൊക്കെയാണ് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ്? മക്കളെ, നിങ്ങൾ സിയിലൊക്കെ പഠിക്കണില്ലേ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്? ആഡ്, പിന്നെ സബ്ട്രാക്ട്. എവിടെ ആർക്കും ഒരു ഐഡിയ ഇല്ലേ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് എന്താന്ന്? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, പിന്നെ മോഡുലസ്, മോഡ്, പിന്നെ നമുക്ക് ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ന്യൂമോണിക്സ് എന്താണ്, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, അതാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആഡ്. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് വരുമ്പോൾ വേറെയാണ്, അഡ്രസ്സിങ് മോഡിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ആഡ്. ഓക്കെ, ആഡ് എന്നുള്ള കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ADD. ഇനി രണ്ട് ഓപ്പറൻസ് ഉണ്ടാവാം. ഏതൊക്കെയാവാം ഓപ്പറൻസ്? രജിസ്റ്റർ ആവാം, മെമ്മറി ആവാം. ഓക്കെ, മെമ്മറി എന്ന് പറയുമ്പോൾ HL പെയറിലാണ് കൊടുക്കുക, അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ആഡിന് നമുക്ക് ഓപ്പറൻഡ് ഒന്നേ ഉണ്ടാവുള്ളൂ. ആഡ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പം ഒരു ഓപ്പറൻഡാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് രണ്ടാമത്തെ ഓപ്പറൻഡ് 8085 അക്യുമുലേറ്റർ ആണ്, അത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അതായത് ഒരു വാല്യൂ അക്യുമുലേറ്ററിൽ ഉണ്ടാവും ആൻഡ് റിസൾട്ടും എവിടെയായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക? അക്യുമുലേറ്ററിൽ. അപ്പോൾ രണ്ടാമത്തെ ഓപ്പറൻഡിൻ്റെ ഇൻഫർമേഷൻ മാത്രം നമ്മൾ ഈ ഇൻസ്ട്രക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതുകൊണ്ട് ഒരു ഓപ്പറൻഡേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ആഡ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി ഇസ് എ രജിസ്റ്റർ, നമുക്കറിയാലോ അല്ലേ? ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ആണ് ബി. അപ്പോൾ ബി എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള ഡാറ്റ ഈസ് ആഡഡ് വിത്ത് ദ ഡാറ്റ ഇൻ അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിലുള്ള ഡാറ്റയുമായിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, അക്യുമുലേറ്ററിലുള്ള ഡാറ്റയായിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു? അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. ദാറ്റ് ഈസ് അക്യുമുലേറ്ററിലുള്ള ആ ഒരു ഓപ്പറൻഡിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു പ്രൊസീജിയറാണ് നടക്കുന്നത്. ഇനി ആ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറൻഡ് ഇതൊരു രജിസ്റ്റർ ആണ് ബി, അല്ലെങ്കിൽ എന്താവാം? ഒരു മെമ്മറി അഡ്രസ്സ് ആവാം. ഓക്കെ, അപ്പോൾ അഡ്രസ്സിംഗ് മോഡ്സ് ഏതൊക്കെയാണ് വരിക? ഈ ആഡ് ഏത് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്? അപ്പോൾ ഏത് അഡ്രസ്സിംഗ് മോഡാണ്? ഓക്കെ, ഡയറക്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലാണ് ഇത് വരിക, ആഡ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആഡ് സി. ഇനി അഡീഷൻ്റെ കേസിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു 2 4 ബിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവാം? ഒരു ക്യാരി ഉണ്ടാവാം അല്ലേ? അപ്പോൾ നമുക്ക് ഓൾറെഡി ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. കാരണം ക്യാരി എപ്പോഴും ഒരു ബിറ്റേ ഉണ്ടാവുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്?
ദാറ്റ് ഈസ് 2 10 ബിറ്റ് അല്ലെങ്കിൽ 2 8 ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ സംടൈംസ് എന്തുണ്ടാവാം, ക്യാരി ഉണ്ടാവാം അല്ലേ മക്കളെ? ഞാൻ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മാക്സിമം ഒരു ബിറ്റേ ക്യാരി ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ക്യാരി സ്റ്റോർ ചെയ്യുന്നത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലായിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ക്യാരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡിനോട്ട് ചെയ്യാനുള്ള ഫ്ലാഗാണ് ക്യാരി ഫ്ലാഗ്. ഓക്കെ, നമുക്ക് 5 ഫ്ലാഗ്സ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു അല്ലേ? ഏതൊക്കെയാണ്? സൈന്, ക്യാരി, പാരിറ്റി, അങ്ങനെ കുറേ 5 ഫ്ലാഗ്സ് നമുക്കുണ്ട്. ഫ്ലാഗ് രജിസ്റ്റർ പറഞ്ഞതാണ്. ഫ്ലാഗ് രജിസ്റ്റർ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ ആ ക്യാരി, ഓക്കെ, ആരാണ് ഈ നേരത്തെ ജോയിൻ ചെയ്യണേ? ശരി, ഓക്കെ. അപ്പോൾ ക്യാരി ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം അഡീഷൻ പെർഫോം ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ആഡ് സി. ആഡ് വിത്ത് ക്യാരി എന്നുള്ളതാണ് ഡിസ്ക്രിപ്ഷൻ. ആഡ് വിത്ത് ക്യാരി. ഓക്കെ, ആഡ് വിത്ത് ക്യാരി എന്നുള്ളത് കൊണ്ട് തന്നെ 2 ഡിക്ക് പകരം അവസാനത്തെ എ ഡി സി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഓപ്പറൻഡും സെയിം ആഡ് പോലെ തന്നെ ഒരു ഓപ്പറൻഡേ ഉള്ളൂ. ഒന്നില്ല അത് രജിസ്റ്റർ ആയിരിക്കും അല്ലെങ്കിൽ മെമ്മറി ആയിരിക്കും. ഇവിടെ ഈ രജിസ്റ്ററിലുള്ള ഡാറ്റ ഈസ് ആഡഡ് വിത്ത് അക്യുമുലേറ്റർ ആൻഡ് ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ അക്യുമുലേറ്റർ. ഇനി ക്യാരി ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടെങ്കിലാണ് ആഡ് സി യൂസ് ചെയ്യേണ്ടത്. ക്യാരിയും കൂടെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ആഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ക്യാരി നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല ആഡിൻ്റെ കേസിൽ. ഓക്കെ, ആഡ് സി യൂസ് ചെയ്താലേ ക്യാരി ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, റിസൾട്ട് നമുക്ക് അക്യുമുലേറ്ററിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഒന്നില്ല ഒരു ഓപ്പറൻഡ് രജിസ്റ്റർ ആവാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആഡ് സി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ക്ലിയർ ആയോ? ആഡും ആഡ് സിയും ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇസ് ആഡ് ഇമ്മീഡിയറ്റ്. ഓക്കെ, ആഡ് ഐ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഇമ്മീഡിയറ്റ് ഉണ്ട്. ഇമ്മീഡിയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സം ഡാറ്റ ആയിരിക്കും ഓപ്പറൻഡായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഡാറ്റേനെ അക്യുമുലേറ്ററുമായിട്ട് ആഡ് ചെയ്യുക ആൻഡ് റിസൾട്ട് ഈസ് സേവ്ഡ് ഇൻ ദ അക്യുമുലേറ്റർ. അപ്പോൾ ഇവിടെയും ഓപ്പറൻഡ് എത്രയേ ഉള്ളൂ? ഒരു ഓപ്പറൻഡേ ഉള്ളൂ. ഇത് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ADI സ്പേസ് 45H. ഈ 45H എച്ച് ഡിനോട്ട്സ് ഇറ്റ് ഈസ് എ ഹെക്സാഡെസിമൽ നമ്പർ. അതുകൊണ്ട് അത് നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. ദെൻ ഈ 45 എന്ന് പറയുന്ന നമ്പർ, ഈ നമ്പറിനെ എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ സം ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റയായിട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആഡ് ഐ. ഓക്കെ, ADI. നെക്സ്റ്റ് ഈസ് ACI. ഇനി ഇമ്മീഡിയറ്റ് ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്, ക്യാരിയും കൺസിഡർ ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ACI, ആഡ് ഇമ്മീഡിയറ്റ് ടു അക്യുമുലേറ്റർ വിത്ത് ക്യാരി. ആഡ് ഇമ്മീഡിയറ്റ് വിത്ത് ക്യാരി. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യാനാണ് ACI. ഓക്കെ, അപ്പോൾ ഇവിടെയും ഓപ്പറൻഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പറൻഡേ ഉള്ളൂ. ആ ഓപ്പറൻഡ് എന്താണ്? ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റയാണ്. ഓക്കെ, അടുത്തത് DAD. ഓക്കെ, DAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 16 ബിറ്റ് അഡീഷൻ പെർഫോം ചെയ്യാനുള്ളതാണ്. ഓക്കെ, രജിസ്റ്റർ പെയേഴ്സ് HL പെയറിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DAD യൂസ് ചെയ്യുന്നത്. HL പെയർ എന്ന് പറയുമ്പോൾ എച്ചും എല്ലും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 16 ബിറ്റ് ഉണ്ട്. നമ്മളൊരു രജിസ്റ്റർ പെയർ ആണ് ഇവിടെ ഓപ്പറൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് DAD B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു രജിസ്റ്റർ പെയർ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അതായത് B എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റർ പെയർ എന്താണ്? BC ആണ് രജിസ്റ്റർ പെയർ. അപ്പോൾ അത് 16 ബിറ്റ് ഡാറ്റ ഉണ്ടാവും. Bയിൽ ഹയർ ഓർഡർ 8 ബിറ്റും സിയിൽ ലോവർ ഓർഡർ 8 ബിറ്റുമാണ് ഉണ്ടാവുക.
അപ്പോൾ ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 16 ബിറ്റ് ആവും. ഈ 16 ബിറ്റാണ് നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യേണ്ടത്, എന്തിലേക്ക് കൊടുക്കേണ്ട HL പെയർ. HLൽ ഓൾറെഡി ഒരു ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന് മുമ്പുള്ള 4 ആഡ് ഇൻസ്ട്രക്ഷൻസ്, ദാറ്റ് ഈസ് ആഡ്, ADC, ADI, ACI, 4 എണ്ണത്തിലും ഒരു ഡാറ്റ ഉള്ളത് എവിടെയാണ്, അക്യുമുലേറ്ററിലാണ്. രണ്ടാമത്തത് നമ്മൾ ഓപ്പറൻ്റായിട്ട് കൊടുക്കുന്നു, രജിസ്റ്റർ ആണെങ്കിൽ രജിസ്റ്റർ, മെമ്മറി അഡ്രസ് ആണെങ്കിൽ മെമ്മറി അഡ്രസ്, ഇല്ല ഒരു ഡയറക്റ്റ് ഡാറ്റ ആണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നു. അതിനെ എന്തുമായിട്ട് ആഡ് ചെയ്യുന്നു, അക്യുമുലേറ്ററിലുള്ള ഡാറ്റയായിട്ട് ആഡ് ചെയ്യുന്നു. റിസൾട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ 4 ഇൻസ്ട്രക്ഷനിലും ചെയ്തത്. ഈ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്, HL പെയറിലാണ് ഒരു കണ്ടന്റ് ഉള്ളത്. ഓക്കെ, നമ്മളിവിടെ ഓപ്പറൻ്റ് ആയിട്ട് കൊടുക്കുന്ന പെയറിലുള്ള കണ്ടന്റും HL പെയറിലുള്ള കണ്ടന്റും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് HL പെയറിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇനി HL പെയർ, ഓക്കെ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ മക്കളെ? അവിടെ ഉണ്ടോ? നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. യെസ് മാം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ ഈ 5 ഇൻസ്ട്രക്ഷൻസും? ഓക്കെ, അപ്പോൾ അഡീഷൻ്റെ 5 ഇൻസ്ട്രക്ഷൻസാണ് നമുക്കുള്ളത്. അവസാനത്തത് മാത്രമാണ് 16 ബിറ്റ് അഡീഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് HL പെയറിലായിരിക്കും ഒരു ഡാറ്റ ഉണ്ടാവുക, ഒരു ഓപ്പറൻഡ് ഉണ്ടാവുക. രണ്ടാമത്തത് നമ്മൾ ഇൻസ്ട്രക്ഷനിലൂടെ കൊടുക്കുന്ന ഓപ്പറൻഡാണ്. 2 ഡാറ്റയും കൂടെ ആഡ് ചെയ്യുന്നു, തിരിച്ച് HL പെയറിൽ തന്നെ റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് സബ്ട്രാക്ഷൻ. അഡീഷൻ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സബ് എന്നുള്ളതാണ് കീവേഡ്. ഇതും അതുപോലെ തന്നെ 4 എണ്ണം ഉണ്ട്. ഓക്കെ, സബ് കീവേഡാണ്. ദെൻ R ഉം M ഉം, ഒന്നില്ല അത് രജിസ്റ്റർ ആവാം അല്ലെങ്കിൽ സം മെമ്മറി ലൊക്കേഷൻ ആവാം. ഓക്കെ, സബ് ഇൻസ്ട്രക്ഷൻസ് എഴുതിയെടുക്കുക കേട്ടോ എല്ലാവരും. ഇൻസ്ട്രക്ഷൻ തീർച്ചയായും ചോദിക്കും. ഇനി നമ്മൾ അഡീഷൻ്റെ കേസിൽ ക്യാരി പറഞ്ഞ പോലെയാണ് സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്ക് ബോറോ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓപ്പറൻഡ് എന്ന് പറയുന്നത് സബ്ട്രാക്ട് വിത്ത് ബോറോ. അപ്പോൾ നമുക്ക് ഇവിടെയും സബ്ട്രാക്ഷൻ്റെ കേസിലും ബോറോ എന്ന് പറയുന്ന ഇത് ഡിനോട്ട് ചെയ്യുന്നത് ക്യാരി ഫ്ലാഗിൽ തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാരി ഫ്ലാഗ് തന്നെയാണ്. ബോറോ ആണ്. സബ്ട്രാക്ഷൻ്റെ കേസിൽ ബോറോ ആയിരിക്കും, അഡീഷൻ്റെ കേസിൽ ക്യാരി ആയിരിക്കും എന്നുള്ളതേ വ്യത്യാസമുള്ളൂ. പക്ഷെ നമ്മൾ നോർമലി ക്യാരി ഫ്ലാഗ് ഒരു ഫ്ലാഗാണ് അത്. ഇത് രണ്ടിനും റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. കാരണം മറ്റേ ടൈമിൽ നമ്മൾ ഒന്നില്ല അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ, ഇത് ഒന്നേ ചെയ്യും. ചേച്ചി അടിച്ചോളൂ, കുഴപ്പമില്ല, ചെയ്തോളൂ. ചെയ്യല്ലേ? ഓക്കെ ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സബും പിന്നെ SBB. ഓക്കെ, അടുത്തത് SUI. ഓക്കെ, SUI എന്ന് പറയുമ്പോൾ SUI എന്ന് പറയുന്നത് അക്യുമുലേറ്ററിലെ 8 ബിറ്റ് ഇമ്മീഡിയറ്റ് ഡാറ്റ. സബ് എന്ന് പറയുന്നതിന് പകരം സബ്ട്രാക്റ്റിൻ്റെ SUവും I സ്റ്റാൻഡ്സ് ഫോർ ഇമ്മീഡിയറ്റ്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ADI കൊടുത്ത പോലെ, ADI കൊടുത്ത പോലെയാണ് SUI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഓപ്പറൻഡ് എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, SUI അതുപോലെ തന്നെ SBI. ഇപ്പോൾ SBI എന്ന് പറയുന്നത് ബോറോവും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ, ഓക്കെ, ACIക്ക് ഇക്വലൻ്റ് ആയിട്ട് സബ്ട്രാക്ഷനിൽ വരുന്നതാണ് SBI. ഓക്കെ, സബ്ട്രാക്ട് ഇമ്മീഡിയറ്റ് ഡാറ്റ വിത്ത് ബോറോ. അപ്പോൾ ഇത് 4 എണ്ണത്തിലും സബ്ട്രാക്ഷൻ്റെ ഓപ്ഷൻ വരുന്നത്. ഒരു ഓപ്പറൻഡ് ഉണ്ടാവുന്നത് അക്യുമുലേറ്ററിലും അനദർ ഓപ്പറൻഡ് നമ്മൾ ഇൻസ്ട്രക്ഷനിലൂടെ കൊടുക്കുന്നതാണ്. ഓക്കെ, ആൻഡ്
നെക്സ്റ്റ് ഓപ്പറേഷൻ ഇസ് ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കും. ഇൻക്രിമെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ +1 വെച്ച് ആഡ് ചെയ്യുന്നതാണ് ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇൻക്രിമെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് INR ആണ്. ഇൻക്രിമെൻറ്റും അതേപോലെ തന്നെ നമ്മൾ ഒരു ഓപ്പറൻഡ് യൂസ് ചെയ്യാറുള്ളൂ. ഒന്ന് ഒരു രജിസ്റ്റർ ആണ്, നെക്സ്റ്റ് വൺ ഇസ് എ മെമ്മറി അഡ്രസ്. ഇനി ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് +1 വെച്ച് ആഡ് ചെയ്യുക. ഇപ്പോൾ രജിസ്റ്റർ ആണ് നമ്മൾ ഓപ്പറൻഡായിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ INR B എന്നാണ് കൊടുക്കുന്നതെങ്കിൽ B എന്ന് പറയുന്ന രജിസ്റ്ററിലെ ഡാറ്റേനെ +1 വെച്ച് ആഡ് ചെയ്യുന്നു. ഓക്കെ. ഓർ INR M ഒരു മെമ്മറി അഡ്രസ്സാണ് കൊടുക്കുന്നതെങ്കിൽ ആ മെമ്മറി അഡ്രസ്സിലുള്ള ഡാറ്റേനെ +1 വെച്ച് ആഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് സംഭവിക്കുക. ആ കണ്ടൻറ്റ് അതേ മെമ്മറി ലൊക്കേഷനിൽ അല്ലെങ്കിൽ അതേ രജിസ്റ്ററിൽ തന്നെയാണ് ആ ഇൻക്രിമെൻറ്റ് ചെയ്ത ഡാറ്റ ഉണ്ടാവുക. ദാറ്റ് ഈസ് ബിയിലുള്ള ഡാറ്റേനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻക്രിമെൻറ്റ് ചെയ്ത ഡാറ്റ ബിയിൽ തന്നെയാണ് ഉണ്ടാവുക. അതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷനാണ് നമ്മൾ ഇപ്പോൾ അതിന് ശേഷം. അപ്പം അഡീഷൻ കഴിഞ്ഞു. അഡീഷൻ്റെ 5 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു, സബ്ട്രാക്ഷൻ്റെ 4 ഇൻക്രിമെൻറ്റ്. ഇനി ഇൻക്രിമെൻറ്റ് രജിസ്റ്റർ പെയർ. ഓക്കെ, രജിസ്റ്റർ പെയർ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് INX. അതായത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് ഒരു 8 ബിറ്റ് ഡാറ്റ ആണെങ്കിൽ നമ്മൾ INR ആണ് യൂസ് ചെയ്യുക. 16 ബിറ്റ് ആണെങ്കിൽ INX. ഓക്കെ, ഒരു രജിസ്റ്റർ പെയർ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ ഓപ്പറൻഡ് ആയിട്ട് കൊടുക്കുന്നത് രജിസ്റ്റർ പെയർ എന്ന് പറയുമ്പോൾ H എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. രജിസ്റ്റർ പെയർ എന്താണ്? HL. INX B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ്. അത് നമുക്ക് മനസ്സിലാക്കാം. B എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ പെയർ ഏതാണ്? BC. ഓക്കെ ഓക്കെ അടുത്തത് DCR. ഓക്കെ, ഇൻക്രിമെൻ്റ് പോലെ തന്നെ ഡിക്രിമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് DCR. അതിനും ഓരോ ഓപ്പറൻഡാണുള്ളത്, ഒന്നില്ല ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി. ഡിക്രിമെൻ്റ് എന്ന് പറയുമ്പോൾ -1, ഇൻക്രിമെൻ്റ് പോലെ തന്നെ +1 പോലെ തന്നെ -1. ഓക്കെ, ഇതൊന്നും പ്രത്യേകം പറഞ്ഞു തരണ്ടെന്ന് വിചാരിക്കണം. അതുപോലെ 16 ബിറ്റ് ആണെങ്കിൽ ഒരു രജിസ്റ്റർ പെയറിലുള്ള ഡാറ്റ, അതായത് 16 ബിറ്റ് ഇൻഫർമേഷനാണ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ INX കൊടുത്ത പോലെ തന്നെ DCX. ഓക്കെ, നെക്സ്റ്റ് ഈസ്, അപ്പോൾ നമ്മൾ ഇത്രയുമാണ് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? അഡീഷന് വേണ്ടി 5 എണ്ണം. ഓക്കെ, ആദ്യത്തെ 4 എണ്ണം അക്യുമുലേറ്ററും സം അതർ ഡാറ്റ, ഒന്നില്ല രജിസ്റ്റർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് വാല്യൂ, അതിന് വേണ്ടിയിട്ടുള്ളത്. ആഡ് ADC, ADI, ACI 4 എണ്ണം. പിന്നെ DAD, ദാറ്റ് ഇസ് ഫോർ 16 ബിറ്റ്. ഒരു രജിസ്റ്റർ പെയറിലുള്ള ഡാറ്റനെ HL പെയറുമായിട്ട് ആഡ് ചെയ്യാനും റിസൾട്ട് HL പെയറിൽ സ്റ്റോർ ചെയ്യാനാണ് DAD. അത് കഴിഞ്ഞാൽ പിന്നെ സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഏതൊക്കെയായിരുന്നു? SUB, പിന്നെ SBB വിത്ത് ബോറോ വരുമ്പോഴാണ് SBB. ഇമ്മീഡിയറ്റ് ഡാറ്റ ആകുമ്പോൾ SBI. പിന്നെ SUI ആണ് ഇമ്മീഡിയറ്റ് ഡാറ്റയ്ക്ക്. പിന്നെ ഇമ്മീഡിയറ്റ് ഡാറ്റ വിത്ത് ബോറോ എന്ന് പറയുമ്പോൾ SBI. 4 എണ്ണം. ഓക്കെ, ഇൻക്രിമെൻറ്റിന് വേണ്ടി INR, INX. പിന്നെ ഡിക്രിമെൻറ്റിന് വേണ്ടി DCR, DCX. അപ്പം ഇത്രയാണ് നമ്മൾ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി എല്ലാവരും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയണതൊക്കെ? ആ, ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഇത്രയുമാണ് 8085 ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, 8085 ഹാൻഡിൽ ചെയ്യുന്ന അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഇത്രയുമാണ്. അപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുക? ആർക്കെങ്കിലും തോന്നിയോ അങ്ങനെ? എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമ്മൾ ഇതിൽ പെർഫോം ചെയ്യുക എന്ന് തോന്നിയോ? എങ്ങനെ പെർഫോം ചെയ്യുക? ഓക്കെ, നിങ്ങൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ 8 × 5, 8 5s അല്ലേ, ഈക്വൽ ടു 40.
8 5s are 40 എന്ന് നമ്മൾ പറയുന്നു അല്ലേ. ഈ മൾട്ടിപ്ലിക്കേഷൻ ഇതൊരു എളുപ്പ വഴിയാണ്. അതായത് 8നെ 5 പ്രാവശ്യം കൂട്ടുക അല്ലേ. 8 + അങ്ങനെ 5 ടൈംസ് 8നെ ആഡ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ ചെറുതാക്കി എന്ത് ചെയ്യുന്നത് 8 × 5 ദാറ്റ് ഈസ് 8 5s മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ഏത് പ്രോസസ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും? അഡീഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എത്ര വലിയ നമ്പർ ആയാലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് ആയിരക്കണക്കിന് ഓപ്പറേഷൻസ് നമ്മുടെ മൈക്രോ പ്രോസസ്സറിന് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷനൊക്കെ അഡീഷൻ, അതായത് ഇപ്പോഴത്തെ മൈക്രോ പ്രോസസ്സറിലൊക്കെ അത്യാവശ്യം ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ മുൻപൊക്കെ നമ്മൾ പഴയ മൈക്രോ പ്രോസസ്സേഴ്സിലൊക്കെ ഈ അരിത്മെറ്റിക് ഇപ്പോൾ വലിയ നമ്പേഴ്സ്, ഇതിപ്പോൾ ചെറിയ നമ്പർ ആയതുകൊണ്ട് 8ന് 5 പ്രാവശ്യം ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ആൻസറും എത്ര തന്നെയായിരിക്കും? 40 തന്നെയായിരിക്കും. സെയിം ആണ് നമുക്ക് കിട്ടുക ആൻസർ. ക്ലിയർ ആണോ? പക്ഷേ വലിയ നമ്പേഴ്സ് വരുമ്പോൾ അതിന് സ്പെഷ്യലായിട്ട് അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യും. അൽഗോരിതത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് യൂഷ്വലി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. മനസ്സിലായോ? എവിടെ ഉണ്ടോ അവിടെ എല്ലാവരും? മനസ്സിലായി മാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് 8085 നമുക്ക് അസംബ്ലി കോഡിൽ ഇൻക്ലൂഡഡ് അല്ല, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. അത് ചെയ്യുന്നത് നമ്മൾ സം അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ്. അൽഗോരിതംസ് നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രം പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഡിവിഷൻ്റെ കേസ് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. 40 ÷ 8 എന്ന് പറയുമ്പോൾ 40ൽ എത്ര പ്രാവശ്യം 8 ഉണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 40 - 8 മൈനസ് വീണ്ടും ആ റിസൾട്ട് അല്ലേ, -8. അങ്ങനെ എത്ര പ്രാവശ്യം ഈ 40ൽ ദാറ്റ് ഈസ് റിസൾട്ട് 0 ആവുന്നത് അല്ലെങ്കിൽ 8നേക്കാൾ ചെറുതാവുന്നത് വരെ എന്നുള്ളതാണ് ഈ കോൺസെപ്റ്റ്, ഡിവിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പം നമുക്ക് സബ്ട്രാക്ഷൻ വെച്ചിട്ട് എന്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഡിവിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി വലിയ നമ്പർ വരുമ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് 1000 ടൈം അല്ലെങ്കിൽ 10000 ടൈമൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ സം സ്പെഷ്യൽ അൽഗോരിതത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഡിവിഷനും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മുൻപൊക്കെ മുൻപൊന്നല്ല ഇപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് കൂടുതലും എല്ലാ ഇൻസ്ട്രക്ഷൻ സെറ്റിലും ഉണ്ടാവുക മൈക്രോ പ്രോസസ്സറിൽ. ഓക്കെ, ബാക്കി മൈക്രോ പ്രോസസ്സേഴ്സിലൊക്കെ ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഈ ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ഉള്ള ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട്, അല്ലാതെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ കോംപ്ലക്സിറ്റി കൂടുന്നല്ലാതെ എഫിഷ്യൻസി കൂടണം എന്നില്ല കമ്പ്യൂട്ടറിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. നെക്സ്റ്റ് ഈസ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ഇനി എന്താണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്? ലോജിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, ആൻഡ്, ഓർ, ഇതൊക്കെയാണ് നമ്മൾ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള കേസിൽ നിങ്ങൾ സാധാരണ സിയിലും മറ്റുമൊക്കെ പഠിക്കാം. ഓക്കെ, ആൻഡ്, ഓർ. അപ്പോൾ ബേസിക്കലി ഇത് ഉദ്ദേശിക്കുന്ന ആൻഡും ഓറും ഒക്കെ ഏത് ലെവലിലാണത് വർക്ക് ചെയ്യുന്നത്? ബിറ്റ് ലെവൽ അല്ലേ. അതായത് ആൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഡാറ്റേനെ ബൈനറി ഡാറ്റ കൊടുത്താലാണ് ആൻഡ് ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മൾ 2 ടേം കൊടുത്തു, ഹലോ, ഹായ്. ഇത് നമുക്ക് ആൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ബിറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ആൻഡ് മോറൊക്കെയാണ് സാധാരണ ലെവലിൽ ലോജിക്കൽ ഓപ്പറേഷൻസ്
എന്ന് നമ്മൾ പറയുക. നമ്മളിവിടെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ബിറ്റ് ലെവലിൽ, ഓക്കെ, ഡാറ്റ ബിറ്റ് ലെവലിൽ കൊടുക്കുമ്പോൾ, ദാറ്റ് ഈസ് ബൈനറി ഡാറ്റ ആയിട്ട് കൊടുക്കുമ്പോൾ അതിൽ ആ ബിറ്റിനെ ബിറ്റിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. യൂഷ്വലി 2 രജിസ്റ്ററിലെ ഡാറ്റയുണ്ട്, അതായത് ഒന്ന് അക്യുമുലേറ്ററിലും പിന്നെ ഒന്നൊരു രജിസ്റ്ററിലും. ഓക്കെ, 0 0 1 1 1 0 0 0. അപ്പോൾ ഇത് അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും ഇത് രജിസ്റ്ററിലുള്ള ഡാറ്റയാണ്. അപ്പോൾ നമ്മളിവിടെ കമ്പാരിസൺ എന്ന് പറയുന്നത് യൂഷ്വലി കമ്പയർ ചെയ്യുന്നത് മൈനസ് ഓപ്പറേഷൻ വെച്ചിട്ടാണ്, സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ബിറ്റും ഇതിലെ ഫസ്റ്റ് ബിറ്റും സെക്കൻഡ് ബിറ്റും തേർഡ് ബിറ്റും അങ്ങനെ ഈ ബിറ്റ് വൈസ് ആണ് അതിൻ്റെ കമ്പാരിസൺ നടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? കമ്പയർ ചെയ്യുക പറഞ്ഞാൽ 2 വാല്യൂ, ഇപ്പോൾ ഹലോ ഹായ് എന്ന് നമ്മൾ കൊടുക്കണം. അതിനെ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക? അതിന് നമ്മൾ ബൈനറി ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ്, ദാറ്റ് ഈസ് നമ്മൾ ക്യാരക്ടർ വൈസ് ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആസ്കി കോഡ് എടുക്കുന്നു, ആസ്കി കോഡിനെ പിന്നീട് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ക്യാരക്ടറിൻ്റെയും ആസ്കി കോഡ് റെപ്രസെൻറ്റേഷന് ബേസ് ചെയ്തിട്ടാണ്. ആസ്കി കോഡ് അറിയാലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അറിയാമെന്ന് വിചാരിക്കണം. ക്യാപിറ്റൽ എ ആയാലും സ്മോൾ എ ആയാലും ഒക്കെ അതിന് പ്രത്യേകം ആസ്കി കോഡ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുമ്പം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ബൈനറി ഡാറ്റ വെച്ചിട്ടാണ് കമ്പാരിസൺ നടക്കുന്നത്. അപ്പോൾ കമ്പാരിസൺ പറയുന്നത് ആ 2 വാല്യൂയും കൂടെ കമ്പയർ ചെയ്യുക, രണ്ടും സെയിം ആണോ അല്ലയോ എന്നുള്ളതാണ് എൻ്റെ റിസൾട്ട്. ഓക്കെ, റിസൾട്ട് അപ്പോൾ ബൂലിയൻ ആണ്, ഒന്നില്ല 1 അല്ലെങ്കിൽ 0. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക്കലി ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. എവിടെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇവിടുത്തെ ഓപ്പറൻഡ് എന്ന് പറയുന്നത് ഒന്നില്ല ഒരു രജിസ്റ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ഒരു ഡാറ്റ എവിടെയുള്ളത്? അക്യുമുലേറ്ററിലുണ്ട്. രണ്ടാമത്തെ ഡാറ്റ ഒന്നില്ല രജിസ്റ്റർ, അതായത് അതാണ് നമ്മൾ ഓപ്പറൻഡ് ആയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ. ഇനി ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് റിസൾട്ട് എവിടെയാണ് ഉണ്ടാവുക? സാധാരണ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് എവിടെയായിരിക്കും? ഒരു ഓപ്പറൻഡ് അക്യുമുലേറ്റർ ആണെങ്കിൽ റിസൾട്ട് വിൽ ബി ഇൻ ദ അക്യുമുലേറ്റർ. ഓക്കെ, അക്യുമുലേറ്ററിലാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൂലിയൻ വാല്യൂ ആണ്, ഒന്നില്ല 0 അല്ലെങ്കിൽ 1. ദാറ്റ് ഈസ് ഒരു ബിറ്റ്. കമ്പാരിസൺ സെയിം ആണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? അത് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും വാല്യൂസ് അതായത് മൈനസ് ആണ് ചെയ്യുന്നത്, ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ 0 ആണെങ്കിൽ എന്താ അർത്ഥം? രണ്ടും സെയിം ആണ് എന്നാണ് അർത്ഥം. ഇനി അല്ല 0 അല്ല 1 ആണ്, നമുക്ക് ബൈനറി സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ബിറ്റ്സ് എന്തായാലും 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ ഇത് 0 ആണെങ്കിൽ ദീസ് 2 ഡാറ്റ ആർ സെയിം, 0 അല്ലെങ്കിലോ ദീസ് 2 ഡാറ്റ ആർ ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ 0 എന്ന് തന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമുക്ക് ആ റിസൾട്ട് നമ്മൾ ഷോ ചെയ്യുന്നത് നമ്മുടെ ഫ്ലാഗ് രജിസ്റ്റർ ഓർമ്മയുണ്ടോ? ഫ്ലാഗ് രജിസ്റ്റർ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? 8 ബിറ്റ് ആണെങ്കിലും അതിൽ 5 ഫ്ലാഗ്സ് ആണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. ആ ഫ്ലാഗ് സെറ്റ് ചെയ്യുക. റിസൾട്ട് ഏതെങ്കിലും ഒരു രജിസ്റ്ററിലോ മെമ്മറി ലൊക്കേഷനിലോ ഒന്നും അല്ല ഉണ്ടാവുക, ഒരു ഫ്ലാഗ് ആണ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, അപ്പോൾ ആ ഫ്ലാഗിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. ഇഫ് അക്യുമുലേറ്ററിലുള്ള ഡാറ്റ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഓപ്പറൻഡിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാരി ഫ്ലാഗ് 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ 0 ഫ്ലാഗ് 1 ആക്കി സെറ്റ് ചെയ്യും. നമുക്ക് ഫ്ലാഗ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? 5 ഫ്ലാഗ് ഉണ്ടായിരുന്നു. ക്യാരി ഫ്ലാഗ് ഉണ്ട്, സൈൻ ഫ്ലാഗ് ഉണ്ട്, 0 ഫ്ലാഗ് ഉണ്ട്, പാരിറ്റി ഫ്ലാഗ് ഉണ്ട്. ഓർമ്മയുണ്ടോ? അപ്പോൾ അതിൽ ഈ ക്യാരി ഫ്ലാഗും 0 ഫ്ലാഗും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഈ കമ്പാരിസണിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ ഫ്ലാഗുകൾ നോക്കിയിട്ടാണ് കിട്ടുക. ഇനി അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും രജിസ്റ്ററിലുള്ള ഡാറ്റയും തമ്മിൽ കമ്പയർ ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ.
നിങ്ങളുടെ ക്ലാസ്സാണ്. എന്തേ ലാപ്ടോപ്പ് വേണം? ആ സിസ്റ്റം നെറ്റ് ഉണ്ടാവും. പക്ഷേ മിസ് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. പ്രിയ മിസ് മിസ്സിനോടൊന്ന് പെർമിഷൻ ചോദിച്ചു. മിസ് ഒരു സിസ്റ്റം യൂസ് ചെയ്തോട്ടെ. ഞാനിത് അപ്ലോഡ് ചെയ്യാട്ടാ, നോക്കി പഠിച്ചോട്ടാ. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ അക്യുമുലേറ്ററിലുള്ള ഡാറ്റ ചെറുതാണെങ്കിൽ, ഓക്കെ, ചെറുതും വലുതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടായിട്ട് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ അക്യുമുലേറ്ററിൽ നിന്നാണ് നമ്മൾ ഈ രജിസ്റ്റർ വാല്യൂ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ ചെറുതാണ്. ഓക്കെ, പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അക്യുമുലേറ്ററിലുള്ള വാല്യൂ വലുതാണ്. ഇനി അപ്പോൾ ഏതൊക്കെ ഫ്ലാഗുകളാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആക്കുക. ആ ഫ്ലാഗിലെ ഡാറ്റ 1 ആക്കുക. ഓക്കെ, നമുക്ക് ഫ്ലാഗിലെ ഡാറ്റ ഒന്നിൽ 0 ആക്കാം അല്ലെങ്കിൽ 1 ആക്കാം. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കതിൻ്റെ പൊസിഷൻസ് ഓർമ്മയില്ല. 8 ബിറ്റിൽ 5 ബിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇടയിൽ ഓരോ ബിറ്റ്സ് ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. അതിൻ്റെ പൊസിഷൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ക്യാരി ബിറ്റും ഇത് 0 ബിറ്റും ആണെന്ന് വിചാരിക്കുക. ഇത് ക്യാരി, ഇത് 0. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ രജിസ്റ്ററിൽ ഇപ്പം നമ്മൾ ഈ ഓപ്പറൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ഇതിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാരി ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. 0 ഫ്ലാഗ് അപ്പോൾ 0 തന്നെയാണ്. ഇനി ഈ രജിസ്റ്ററിലുള്ള ഡാറ്റയും അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും സെയിം ആണെങ്കിൽ, കമ്പാരിസൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ റിസൾട്ട് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഓക്കെ, എയും രജിസ്റ്ററും ഓക്കെ 2 എണ്ണം ഉണ്ടെങ്കിൽ, ഓക്കെ 2 എണ്ണത്തിൻ്റെയും വാല്യൂസ് സെയിം ആണെങ്കിൽ, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏത് ഫ്ലാഗാണ്? എയുടെ വാല്യൂ ലെസ്സർ ആണെങ്കിൽ നമ്മൾ ക്യാരി ഫ്ലാഗാണ് സെറ്റ് ചെയ്യുക. രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ 0 ഫ്ലാഗ് സെറ്റ് ചെയ്യും. ക്യാരി ഫ്ലാഗ് 0 ആയിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 0 ആണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? അക്യുമുലേറ്ററിലുള്ള വാല്യൂ ചെറുതും രജിസ്റ്ററിലുള്ള വാല്യൂ വലുതുമാണെന്ന്. ഇനി ക്യാരി ഫ്ലാഗിലെ വാല്യൂ 0യും 0 ഫ്ലാഗിലെ വാല്യൂ 1ഉം ആണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ഈ 2 വാല്യൂസും സെയിം ആണ്. ഓക്കെ, കമ്പയർ ചെയ്തപ്പോൾ 2 വാല്യൂസും സെയിം ആണ്. ഇനി നേരെ തിരിച്ച് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? അക്യുമുലേറ്ററിലുള്ള വാല്യൂ വലുതും രജിസ്റ്ററിലുള്ള വാല്യൂ ചെറുതുമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫ്ലാഗും 0 ഫ്ലാഗും. അപ്പോൾ എന്താ ചെയ്യുക? 2 ഫ്ലാഗും റീസെറ്റ് ചെയ്യും. അതായത് 2 ഫ്ലാഗും 0 ആയിരിക്കും. റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ രണ്ടും 0 ആയി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? എന്താ മനസ്സിലാക്കണ്ടേ? അക്യുമുലേറ്ററിലുള്ള ഡാറ്റ വലുതാണ്, രജിസ്റ്ററിൽ നമ്മൾ ഓപ്പറൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡാറ്റ, ഈ ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഓപ്പറൻ്റ് ആ രജിസ്റ്ററിലുള്ള ഡാറ്റ ചെറുതാണ് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് കമ്പാരിസൺ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻ മനസ്സിലായോ മക്കളെ? റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലായി മാം. ഓക്കെ, കമ്പാരിസൻ്റെ തന്നെ ഇമ്മീഡിയറ്റ് ഡാറ്റ കൊടുക്കാൻ നമുക്ക് CPI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഒരു 8 ബിറ്റ് ഡാറ്റയാണ് ഓപ്പറൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അക്യുമുലേറ്ററിലെ ഡാറ്റയും ഈ ഡാറ്റയും തമ്മിലാണ് കമ്പാരിസൺ നടക്കുന്നത്. ഓക്കെ, അതേപോലെ അതിൻ്റെ സെറ്റ് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പോൾ അത് പ്രത്യേകം ഞാൻ പറയുന്നില്ല. അടുത്തത് ANA ആൻഡ് ഓപ്പറേഷനാണ്. ആൻഡ് മോറോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ലോജിക്കൽ ആൻഡ് ഓപ്പറേഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ആൻഡ് ചെയ്യുമ്പോൾ ഓക്കെ ഏതൊക്കെ
സൈൻ ബിറ്റ്, 0 ബിറ്റ്, പാരിറ്റി ബിറ്റ്, ഈ ബിറ്റ്സ് ആണ് മോഡിഫൈ ആവുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് ആൻഡ് ഓപ്പറേഷനിൽ പറയാനുള്ളത്. ആൻഡ് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ അക്യുമുലേറ്ററിലാണ് ഉണ്ടാവുക, ഒരു ഡാറ്റ രജിസ്റ്ററിൽ ഉണ്ടാവും. ഇത് ആൻഡ് ചെയ്തിട്ട് ആൻഡ് ചെയ്ത റിസൾട്ട് എവിടെ ഉണ്ടാവും? അക്യുമുലേറ്ററിലേക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ലോജിക്കൽ ആൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. ബിറ്റ് വൈസ് ആയിരിക്കും അതിൻ്റെ എന്താ പറയുക ഡാറ്റ ആൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ റിസൾട്ടിനനുസരിച്ച് 0 ബിറ്റ്, പാരിറ്റി ബിറ്റ്, സൈൻ ബിറ്റ് ഇതിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ആവശ്യമുണ്ടാവും. അപ്പോൾ ആൻഡിന് വേണ്ടിയിട്ട് AND അല്ല ANA ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ANI എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ് ഡാറ്റ ആൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡാറ്റ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നു, ആ ഡാറ്റയും അക്യുമുലേറ്ററിലുള്ള കണ്ടന്റും തമ്മിൽ ആൻഡ് ചെയ്യാനും അതിനുശേഷം റിസൾട്ട് എവിടെയാണ് ഉണ്ടാവുക? അക്യുമുലേറ്ററിലാണ് ഉണ്ടാവുക ആൻഡിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഓർ എ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആൻഡ് ANA പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് OR A പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും അക്യുമുലേറ്ററിനാണ് കേട്ടോ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ANA പറഞ്ഞാൽ AN ആൻഡിനെ ഡിനോട്ട് ചെയ്യാൻ AN എന്നാണ് ടേം യൂസ് ചെയ്യുന്നത്. ദെൻ A ഡിനോട്ട്സ് ഫോർ അക്യുമുലേറ്റർ ആൻഡ് A, അതായത് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ഇതിൽ ഇപ്പോൾ കൊടുക്കുന്നില്ലേ, ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഈ രജിസ്റ്ററിലുള്ള ഡാറ്റയും അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആൻഡ് ചെയ്യേണ്ടത്. റിസൾട്ട് എവിടെ ഉണ്ടാവുക? വീണ്ടും അക്യുമുലേറ്ററിലാണ് റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ OR A. അടുത്തത് ഇമ്മീഡിയറ്റ് ഡാറ്റ OR ചെയ്യാൻ ORI. അടുത്തത് XRA, XOR ഓപ്പറേഷൻ. XOR ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം, ഞാനതൊന്നും വീണ്ടും പറയുന്നില്ല. ഫസ്റ്റ് സെം മുതൽ നിങ്ങൾ പഠിക്കണതാണ് കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസിലൊക്കെ. ഓക്കെ, ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഡിസ്ക്രീറ്റിൽ. ഓക്കെ, അപ്പോൾ XRA ലോജിക്കൽ XOR അക്യുമുലേറ്റർ, അതിനാണ് XRA എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഒരു ഡാറ്റ അക്യുമുലേറ്ററിലായിരിക്കും, രണ്ടാമത്തെ ഡാറ്റ ഓപ്പറൻഡ് രജിസ്റ്റർ അല്ലെങ്കിൽ ഇനി XOR തന്നെ ഇമ്മീഡിയറ്റ് ഡാറ്റയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് XRI. ഓക്കെ, XORI ഇമ്മീഡിയറ്റ്. അടുത്ത് RAL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് ഈ റൊട്ടേറ്റ് എന്ന് പറയുന്നത്? നമുക്ക് അക്യുമുലേറ്ററിൽ ഒരു ഡാറ്റ ഉണ്ട് അല്ലേ? അക്യുമുലേറ്റർ എന്ന് പറയുന്നത് എത്ര ബിറ്റാണ്? മക്കളെ, അക്യുമുലേറ്റർ എന്ന് പറയുന്നത് എത്ര ബിറ്റാണ്? 8 ബിറ്റ് ഡാറ്റ ഉണ്ട്. D0 ഓക്കെ, ഈ 8 ബിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, 0 മുതൽ 7 വരെയുള്ള 8 ബിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇനി നമ്മളിവിടെ ഒരു അക്യുമുലേറ്റർ, ഓക്കെ, അക്യുമുലേറ്റർ ആണത്. നമ്മളിവിടെ സം ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇനി RAL റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് എന്നാണ് RAL എന്ന ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താ പറയുക, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമ്മൾ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പല ഓപ്പറേഷൻസിനും നമ്മൾ അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 അല്ലെങ്കിൽ 10000 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യുന്നതിന് പകരം ചെറിയ കുറുക്കു വഴികൾ, അതിലൂടെ നമുക്ക് റിസൾട്ടിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സം സ്പെസിഫിക് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് അത് പ്രകാരമാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അൽഗോരിതംസ് ഒക്കെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിൽ
കൂടുതലും ഇങ്ങനത്തെ റൊട്ടേഷൻ ഓപ്പറേഷൻസ് ഒക്കെ വരും. റൊട്ടേഷൻ ഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാത്തിനെയും കൂടെ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റിലേക്കാണ്. ദാറ്റ് ഈസ് ഈ ബിറ്റിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബിറ്റ് ഇങ്ങോട്ടേക്ക്, ഈ ബിറ്റ് ഇവിടേക്ക്, അങ്ങനെ എല്ലാം ഷിഫ്റ്റ് ചെയ്യും. ഈ അവസാനത്തെ ബിറ്റ് പുറത്തേക്ക് പോകുന്നതിന് പകരം എവിടേക്ക് റീപ്ലേസ് ചെയ്യും? ഇവിടെ ഈ ബിറ്റിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ ഇവിടെ കാലിയാണ്, അപ്പോൾ അവിടെ പ്ലേസ് ചെയ്യും. ഇതാണ് റൊട്ടേഷൻ. ഇനി ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ കാലിയാവുന്ന സ്പേസ് എന്ത് വെച്ച് ഫില്ല് ചെയ്യുന്നു? 0 വെച്ച് ഫില്ല് ചെയ്യുന്നു. ഈ ലെഫ്റ്റ് നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത ഡാറ്റ പുറത്തേക്ക് പോകുന്നു. ദാറ്റ് ഈസ് പിന്നെ അത് എവിടെയും സ്റ്റോർ ആവുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് റൊട്ടേഷനും ഷിഫ്റ്റും, 2 ഓപ്പറേഷൻ വരുന്നുണ്ട്. ഇത് RAL എന്ന് പറയുന്നത് റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനും നമുക്കുണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇസ് റൊട്ടേഷൻ റൈറ്റ്, റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ്, RAR. ഓക്കെ, അടുത്തത് RLC, റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ്. ഓക്കെ, ഇനി ഇതിൽ ഇവിടെ ഇപ്പോൾ റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിത്ത് ക്യാരിയും കൂടി ഉണ്ട് കേട്ടോ. ഞാനത് വിത്ത് ക്യാരി, അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? C വന്നിരിക്കുന്നത്. ഇനി റൊട്ടേറ്റ് ലെഫ്റ്റിന് നമ്മൾ ആദ്യം എഴുതിയത് RAL ആണ് അല്ലേ? റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് RAL ആണ്. ഇവിടെ ഇതിൽ എന്താ വ്യത്യാസം? RLC. അപ്പോൾ വിത്ത് ക്യാരി, ഇവിടെ ഒരു ക്യാരി ബിറ്റും കൂടി ഉണ്ട്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മളത് സേവ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ അക്യുമുലേറ്ററിൽ 8 ബിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ 0th ബിറ്റും ഇവിടെ 7th ബിറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റിലത്തെ ബിറ്റിന് നമ്മൾ 7th ബിറ്റിലേക്ക് എടുത്തിട്ട് വരും, ഇതിനെ ക്യാരിയിലേക്കാണ് എടുത്തിടുക. ഇത് ക്യാരി ബിറ്റാണ്. എന്നിട്ട് ക്യാരി സ്റ്റോർ ചെയ്യുന്ന 1 ബിറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇവിടേക്കാണ് എടുത്ത് പ്ലേസ് ചെയ്യുക. ഇവിടെയുള്ള ഡാറ്റയാണ് 7th ബിറ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ഈ അക്യുമുലേറ്ററിൽ മാത്രം റൊട്ടേഷൻ നടക്കുന്നതിന് പകരം ക്യാരിയും കൂടെ ഇൻക്ലൂഡഡ് ആവുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് RLC. അപ്പോൾ അക്യുമുലേറ്ററിൽ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, പക്ഷേ ഒരു 1 ബിറ്റിൻ്റെ വ്യത്യാസം വരും. നോർമൽ അക്യുമുലേറ്റർ ലെഫ്റ്റ് റൊട്ടേറ്റും വിത്ത് ക്യാരി റൊട്ടേറ്റും തമ്മിൽ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ RLC അതുപോലെ തന്നെ RRC, റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി. ഓക്കെ, ഇവിടെയും അക്യുമുലേറ്ററിലും ഇതിലും കൂടിയിട്ടാണ് വരുന്നത്. അടുത്തത് കോംപ്ലിമെൻറ്റ്. എന്താണ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്ന സംഭവം? നോട്ട് ഓപ്പറേഷൻ ആണ് കേട്ടോ. നോട്ട് ഓപ്പറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അക്യുമുലേറ്ററിൽ ഒരു ഡാറ്റ ഉണ്ട്, 1 1 1 1 0 1 ഇങ്ങനെ ഒരു ഡാറ്റ ഉണ്ട്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് അപ്പോൾ CMA. അപ്പോൾ ഇവിടെ ഓപ്പറൻഡ് ഒന്നും കൊടുക്കണ്ട. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇത് ഏത് അഡ്രസ്സിങ് മോഡിലാണ് വരുന്നത്? CMA. നമ്മൾ ഓപ്പറൻഡ് കൊടുക്കാത്ത ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സിങ് മോഡ് എന്താണെന്നാണ് പറഞ്ഞത്? ഇമ്മീഡിയറ്റ് അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ഇംപ്ലൈഡ്. ഇമ്മീഡിയറ്റ് അല്ല, ഇംപ്ലൈഡ് ഓർ ഇംപ്ലിസിറ്റ്. ഓക്കെ, ഓപ്പറൻഡ് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ അഡ്രസ്സിങ് മോഡിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ ആണത് CMA. ഇനി CMAയിൽ ചെയ്യുന്നത് ഇത്രയുമാണ്. അക്യുമുലേറ്ററിലുള്ള തന്നിരിക്കുന്ന ഡാറ്റേനെ ഈച്ച് ബിറ്റിൻ്റെ നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0, 0യുടെ കോംപ്ലിമെൻറ്റ് 1. അപ്പോൾ നോട്ട് ഗേറ്റ് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നോട്ട് ഗേറ്റ് തന്നെയാണ്. ഓക്കെ, ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അക്യുമുലേറ്ററിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, റിസൾട്ട് എവിടെ തന്നെയാണ് സേവ് ചെയ്യുന്നത്? അക്യുമുലേറ്ററിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത്. ഈ ഓപ്പറേഷനെയാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്ററിലെ ഡാറ്റയാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് CMA, കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ. ഓക്കെ, ഇനി ക്യാരിയും കൂടെ
അക്യുമുലേറ്ററിൻ്റെ കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ CMC. ഓക്കെ, അടുത്തത് ക്യാരി സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ്, അതായത് ഏതെങ്കിലും ഒരു രീതിയിൽ റിസൾട്ട് വരുമ്പോൾ അക്യുമുലേറ്ററിലാണ് റിസൾട്ട് സ്റ്റോർ ചെയ്യുക, ക്യാരി വന്നു, അപ്പോൾ പ്രത്യേകമായിട്ട് ക്യാരി സെറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് STC. ഇതൊക്കെ ഇംപ്ലൈഡ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് ഇൻസ്ട്രക്ഷൻസ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ.